ഹലോ, ഗുഡ് മോർണിംഗ്. അപ്പോ ഇത് രാവിലെയാണ് കേട്ടോ, രാത്രിയല്ല. അപ്പോ സമയം 4:35. നമ്മൾ ഈ ഒരു സമയത്ത് പണ്ട് ഇറങ്ങിയതായിരുന്നു. നമ്മളൊരു അൾട്ടോർണോറ് റെന്റിന് ഓടുന്ന സമയത്ത് മാത്രമേ നമ്മള് ഈ ഒരു സമയത്തൊക്കെ ഓടിയിട്ടുണ്ടായിരുന്നത്. അന്നും ഒരാഴ്ച മാത്രമേ ഓടിയിട്ടുള്ളൂ. പിന്നെ ഇങ്ങനെ സമയം ലേറ്റ് ആയി ഇങ്ങനെ വരൽ തുടങ്ങി. 5 മണി 6 മണിയൊക്കെ ആവൽ തുടങ്ങി. അപ്പൊ ഇന്നിപ്പോ നമ്മള് ഇപ്പൊ ഒരു 4 ദിവസത്തോളം നമ്മള് ലീവായിട്ടുണ്ടായിരുന്നു. അതിനുശേഷമാണ് നമ്മൾ ഇപ്പൊ ഇറങ്ങണത്. ഇനി ഇങ്ങനെ ഇറങ്ങണം എന്നൊക്കെ ഉണ്ട്. ഇന്നെന്താ അവസ്ഥ നോക്കി നോക്കട്ടെ. രാവിലെ ഇറങ്ങിയിട്ട് എന്തെങ്കിലും നടക്കണ്ടോ എന്ന് നോക്കി നോക്കട്ടെ. ചിലപ്പോ ഒരു ദിവസം മാത്രമായിട്ട് ഇറങ്ങിയിട്ട് കാര്യം ഉണ്ടാവില്ല. ഇതൊന്ന് റെഡി ആവണമെന്നുണ്ടെങ്കിൽ ചിലപ്പോ ഒരു 2-3 ദിവസം ഇങ്ങനെ പോയി കഴിഞ്ഞാല് റെഡി ആവുള്ളായിരിക്കും. എന്തായാലും നോക്കി നോക്കാം നമുക്കിന്ന്. ഞാൻ വേഗം ഊബർ ഓൺ ആക്കട്ടെ. വണ്ടി സ്റ്റാർട്ടിങ്ങിലാണ് ഇട്ടിട്ടുള്ളത്. ഇപ്പോ കോൾഡ് സ്റ്റാർട്ടിങ് കഴിഞ്ഞിട്ടുണ്ട്. 4:36 ആയിട്ട് കേട്ടോ സമയം. ഊബർ ജസ്റ്റ് ഓൺ ആക്കാം. ഊബറിൽ ചിലപ്പോ കൊടുക്കാനുണ്ടാവും 49. 495 ഉണ്ട്. അത് നമുക്ക് കൊടുക്കാം, കുഴപ്പമില്ല. റാപ്പിഡോ പാട് ഓൺ ആക്കട്ടെ. ഇനി അപ്ഡേഷൻ ഉണ്ടാക്കാം, കാരണം 2-3 ദിവസമായി നമ്മൾ ഓടിയിട്ട്. റാപ്പിഡോയില് അപ്ഡേഷൻ അല്ല, ഊബറിൽ അപ്ഡേഷൻ ഉണ്ടാക്കട്ടെ. ഊബറിൽ അപ്ഡേഷൻ ഉണ്ട്. പിന്നെ നമ്മൾ ഊബർ ഓടിയിട്ട് ഇപ്പൊ എത്ര ദിവസമായി? ലാസ്റ്റ് ദിവസം ഓടിയത് 12-ാം തീയതി ഓടിയതാണ് ലാസ്റ്റ്. 13, 14, 15, 16 4-ാമത്തെ ദിവസമാണ് ഇന്ന്. ഓക്കെ, അപ്പൊ ഇത് അപ്ഡേറ്റ് ആവട്ടെ. പിന്നെ ആ പേയ്മെന്റും കൊടുക്കണം. അപ്പൊ നമുക്ക് ആദ്യം പോയിട്ട് ചായ കുടിക്കണം. നമ്മള് ഫുഡ് ഉണ്ടാക്കിയിട്ടുണ്ട്. ഫുഡ് ഉണ്ടാക്കിയാണ്ട് ഡിക്കിയിൽ വെച്ചിട്ടുണ്ട്. ചെറിയൊരു മഴ ഇങ്ങനെ പെയ്യുന്നുണ്ട്. അപ്പൊ വേഗം തന്നെ ഫുഡ് എടുത്തിട്ട് ഡിക്കിയിൽ വെച്ചിട്ടുണ്ട്. അപ്പൊ ഇനി നമ്മള് ഊബർ അപ്ഡേഷൻ ആയിട്ട് വരട്ടെ. നമുക്ക് അപ്പൊ തന്നെ പോയിട്ട് ചായ കുടിക്കാം. മുണ്ടമ്പാലത്തു നിന്നോ അല്ലെങ്കിൽ ബോംബെ കഫേയിലോ പോയിട്ട് ചായ കുടിക്കാം. നമ്മള് പെട്രോൾ കഴിഞ്ഞിട്ടുണ്ട്. ഇന്നലെ നമ്മള് വണ്ടി സർവീസിന് കൊടുത്തപ്പോഴേ CNG കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ അവര് പെട്രോളിലാണ് കുറച്ച് ചെക്ക് ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് പെട്രോൾ ഇപ്പൊ മിന്നി കളിക്കാണ്. CNG 2 വട്ടമുള്ളൂ. 5 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. അപ്പൊ ഇതിന് ഒരു വട്ടം പമ്പെന്ന് ഇറങ്ങിയപ്പോ തന്നെ പോയിട്ടുണ്ടായിരുന്നു. പിന്നെ ഒരു 5 കിലോമീറ്റർ ഓടിയപ്പോത്തിന് ഒരു വട്ടിയും പാടെ പോയിട്ടുണ്ട്. ഇത് കേട്ടോ, ബേര് 96 എന്തോ കിടക്കുന്നുണ്ട്. അത് 0 ആക്കട്ടെ. നമ്മൾ ഇന്ന് രാവിലെ മുതൽ എത്ര ഓടിയെന്ന് അറിയാൻ വേണ്ടിട്ട്. അപ്പോ ഇന്നെന്തായാലും നമുക്കൊരു ഈവനിങ് 5 മണി വരെയൊക്കെ ഓടണമെന്നുണ്ട്. നോക്കി നോക്കാം, എന്താ അവസ്ഥ നോക്കി നോക്കാം. നമ്മളതാണെങ്കിൽ ഒന്നും പറയാനും പറ്റൂല. അവിടെ ഇവിടെയൊക്കെ നിർത്തി നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം. ഇന്നെന്തായാലും ഇങ്ങനെ നമ്മൾ നേരത്തെ ഇറങ്ങിയതല്ലേ, അപ്പോ ഒന്ന് ശ്രമിച്ചു നോക്കട്ടെ. നമ്മള് ഊബറിന്റെ പേയ്മെന്റ് കൊടുത്തിട്ടുണ്ട് കേട്ടോ. 495 രൂപ ഉണ്ടായിരുന്നു. അത് മുഴുവൻ കൊടുത്തിട്ടുണ്ട്. ഇപ്പോ വാലറ്റ് 0 ആയി കിടക്കാണ്. ഒരു ഓപ്പർച്യൂണിറ്റീസ് ഒന്നും ഇറക്കണ്ടല്ലോ. അല്ലെ എയർപോർട്ടാണോ? ചെറിയ ആലുവന്ന് വീണ്ടും ആലുവക്കാണ്. 154 രൂപ. അത് വേണ്ട. ഈ സമയങ്ങളിൽ എയർപോർട്ടൊക്കെ റിസർവേഷൻ ആയിട്ട് കിടക്കലുണ്ട്. അപ്പോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടോ നോക്കി നോക്കണം. നമ്മുടെ റേറ്റിംഗ് 98 ഇൻഡസ്ട്രിയൽ റേറ്റ്, പിന്നെ 99 സ്റ്റാർ റേറ്റിംഗും. അപ്പൊ ഇനി ട്രിപ്പ് അടിക്കട്ടെ. നമുക്ക് മുണ്ടമ്പാലം പോവാം. അങ്ങോട്ട് ലെഫ്റ്റ് തിരിഞ്ഞാൽ ബോംബെ കഫേ, റൈറ്റ് തിരിഞ്ഞാൽ മുണ്ടമ്പാലം. ഇപ്പൊ റോട്ടിലൊന്നും വണ്ടില്ല കേട്ടോ. നമ്മള് സാധാരണ 8 മണി 9 മണി സമയത്ത് ഇറങ്ങുമ്പോൾ നമുക്ക് കുറച്ച് റോട്ടിൽ കയറാൻ തന്നെ കഴിയലുണ്ടായിരുന്നില്ല. ഇപ്പൊ ഒരു വണ്ടി ഇല്ല. ഇപ്പൊ 2 ലോഡ് പോയി. ആ ഒരു വണ്ടി മാത്രമേ പോയിട്ടുള്ളൂ. അപ്പൊ ഇനി പോയിട്ട് ചാടിക്കട്ടെ. നമ്മൾ വണ്ടി സർവീസ് ചെയ്തപ്പോ ഒരു മനസ്സിനൊരു സുഖമുണ്ട്. പിന്നെ നമ്മൾ അഡീഷണൽ ആയിട്ട് കുറച്ച് കംപ്ലൈന്റുകൾ പറഞ്ഞിരുന്നല്ലോ. അത് ഒന്ന്, എന്തോ ആ റൈറ്റ് സൈഡത്തെ എന്തോ ഒരു സൗണ്ട് കേൾക്കുന്നുണ്ടായിരുന്നു ഹമ്പിന്റെ. അത് മൊത്തം ഒരു അയച്ചു നോക്കണം. അവർക്ക് എന്താണ് 2 വട്ടം ടെസ്റ്റ് ഡ്രൈവ് അടിച്ചിട്ടും സാധനം കിട്ടണില്ല എന്നാ പറഞ്ഞത്. പിന്നെ സ്റ്റിയറിംഗ് ടൈറ്റ് ഒന്നും ഇല്ലാന്നാ പറഞ്ഞത്. പിന്നെ ക്ലച്ചിൻ്റെത് അത് മാറേണ്ടി വരും. 6,000 റുപ്യത്തോളം ആവുന്ന പറഞ്ഞു. അപ്പൊ പിന്നെ ആക്കാറുണ്ട്. പിന്നെ വേറെ ഒന്നുമില്ലല്ലോ. ഇവിടെ 2 കട ഉണ്ട് 24. ഇതൊന്ന് സൊറമുക്ക് 24. പിന്നെ ഇവിടെ ഒന്നുണ്ട്. ഞാൻ ഇവിടുന്നാണ് ചായ കുടിക്കല്. അപ്പൊ ഇവിടെ ഒരു ടാക്സിക്കാരൻ നിർത്തിയിട്ടുണ്ട് കേട്ടോ. ഇവിടുന്ന് ഏതായാലും ചായ കുടിക്കട്ടെ. നമുക്ക് ചായ കുടിക്കുന്ന ഇടയിൽ ഫസ്റ്റ് ട്രിപ്പ് അടിച്ചിട്ടുണ്ട് ഒരു ഷിനൂബ്. അപ്പൊ 2.5 കിലോമീറ്റർ പിക്കപ്പ് ഉണ്ട്. നമ്മളെ എടപ്പള്ളി പോണ അവിടെ നിന്നാണ് പിക്കപ്പ് ഉള്ളത്. പിന്നെ വാഴക്കാലക്കാണ് ഡ്രോപ്പ്. അത് ഇത്ര 4 കിലോമീറ്ററേ ഉള്ളൂ. അപ്പൊ ഞാന് ട്രിപ്പ് അടിച്ച ഉടനെ ഞാൻ മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു, ഐ ഓൺ ദ വേ. പിന്നെ അതേപോലെ സമയാവുന്നും ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ അയാള് വിളിച്ചിട്ട് വരുന്നില്ലേന്ന് ചോദിച്ചു, വണ്ടി അനങ്ങാത്തോണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞ് അതിൽ മാപ്പിൽ നോക്കുമ്പോ 5 മിനിറ്റാ. ഒരു 5 മിനിറ്റ് ഉണ്ടോ, ഞാൻ ചായ കുടിച്ചോണ്ടിരിക്കുകയാണ്. ഓക്കെ, കുഴപ്പമില്ല. അപ്പൊ അങ്ങനെ ആളിങ്ങനെ പിക്കാൻ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോ ഇപ്പൊ വണ്ടി എടുക്കാൻ നേരത്തെ ആള് എന്തോ ഒന്ന് അപ്ഡേറ്റ് ചെയ്തു. പിക്കപ്പ് ആണോ ഡ്രോപ്പ് ആണോ അപ്ഡേറ്റ് ചെയ്ത് അറിയില്ല. പിക്കപ്പ് അതേപോലെ തന്നെ അവിടെ തന്നെ കാണിക്കുന്നുണ്ട്, പഴയ സ്ഥലം തന്നെ.
എന്തെങ്കിലും വ്യത്യാസം വരുത്തിയിട്ടുണ്ടാവും. എന്തായാലും പോയി ഇനിയിപ്പോ 1.4 കിലോമീറ്റർ കൂടി ഉണ്ട് പിക്കപ്പ്, 3 മിനിറ്റ് പോയി ആളെ പിക്കട്ടെ ഷിനോബ്. അങ്ങനെ നമ്മളെ ഫസ്റ്റ് ട്രിപ്പ് കഴിഞ്ഞിട്ട് ഈ രണ്ട് ചെറിയ ചെക്കന്മാരായിരുന്നു കേട്ടോ ട്രിപ്പിലുണ്ടായിരുന്നത്. അത് റൗണ്ട് ട്രിപ്പ് ആയിരുന്നു. അവർക്ക് മറ്റേ നമ്മളെ പടമുകള് അവിടെ ഒരു കഫേക്ക് പോയിട്ട് തിരിച്ചു വരാനായിരുന്നു. അപ്പോ റേറ്റ് ഷോക്കാണ്. 9 കിലോമീറ്റർ പോയിട്ട് 144 രൂപ കിട്ടിയിട്ടുള്ളൂ. അത് വൻ നഷ്ടമാണ്. 120 രൂപയാണ് നമ്മൾ ടോട്ടൽ വാങ്ങിയത്, 144 നമുക്ക് കിട്ടി. 9 കിലോമീറ്ററിന് പോരാ. എനിക്കൊന്നിന് രാത്രി റേറ്റ് കുറയേനി, എന്താ അറിയില്ല. ഇതിന്റെ റൗണ്ട് ട്രിപ്പ് ആയതുകൊണ്ടാണോ എന്താ അറിയില്ല. നമുക്ക് എന്തായാലും കുറച്ചും കൂടി മുമ്പോട്ട് പോയി കഴിഞ്ഞാൽ അവിടെ പൈപ്പ് ലൈൻ റോഡ് ഉണ്ട്, അവിടെ എവിടെയൊക്കെ പോയിട്ട് സൈഡാക്കി വെക്കാം. ഇത് എന്താ സംഭവം ചോദിച്ചാല്, നമുക്ക് നാള് ഇതേപോലെ ഒരു മണിക്കൂറിലൊരു ട്രിപ്പ് കിട്ടിയിട്ടുണ്ടായിരുന്നു ഒരു ചെക്കൻ്റെ. നമ്മള് വെയിറ്റ് ചെയ്യാൻ പറ്റുമോ ചോദിച്ചാണ്ട്. അപ്പൊ അതിലും ഇതേപോലെ ഒരു അവസ്ഥ ഉണ്ടായിരുന്നു. നമ്മള് ആദ്യം ലൊക്കേഷനിൽ എത്തിക്കഴിഞ്ഞാല് അവർ ബുക്ക് ചെയ്ത സെയിം റേറ്റ് കാണിക്കും. പിന്നെ ഇപ്പൊ ചിലവരൊക്കെ എന്നോട് ചോദിക്കലുണ്ട്, ഇത്ര അതാണോ ചോദിക്കും നമ്മൾ റേറ്റ് പറയുമ്പോൾ. കാരണം അവർ ബുക്ക് ചെയ്തതിലേറെ കുറയുണ്ട് എന്ന് തോന്നുന്നുണ്ട്. ഇതെനിക്ക് തോന്നുന്നു ഒരു ബുക്ക് ചെയ്തതിലേറെ കുറഞ്ഞിട്ടുണ്ടാവും. കാരണം റൗണ്ട് ട്രിപ്പ് ആണ്, 9 കിലോമീറ്റർ പോകുന്നുണ്ട്. റൗണ്ട് അല്ലാന്നുണ്ടെങ്കിൽ നോർമൽ ആ കിലോമീറ്ററിന് ഒരു 180 190 കിട്ടും. 9 കിലോമീറ്റർ 200 കിട്ടും, 200 റുപ്യ കിട്ടും. ഈ രാത്രി ആകുമ്പോൾ ഒരു കൂടെ ചെയ്യാം. ഇതിപ്പോ പറ്റ കുറഞ്ഞ്. അപ്പൊ എനിക്ക് തോന്നുന്നത് എന്താണോ, നമ്മളിപ്പോ ഡെസ്റ്റിനേഷൻ കഴിഞ്ഞിട്ട് ഒരു 400 മീറ്റർ അപ്പുറത്തേക്ക് ആക്കി തരുമോ ചോദിച്ചപ്പോ ഞാൻ ആക്കി കൊടുത്തു. അപ്പോ നമ്മൾ ഇങ്ങനെ ആക്കി കൊടുക്കുമ്പോ എവിടം വരെയാണ് ലൊക്കേഷൻ ഇട്ടിട്ടുള്ളത്, അവിടെ എത്തുമ്പോ ട്രിപ്പ് ക്ലോസ് ചെയ്യാം. അതായിരിക്കും നല്ലത് എനിക്ക് തോന്നണം കേട്ടോ, എന്റെ ഒരു ഡൗട്ടാണ്. അപ്പൊ അത് കഴിഞ്ഞിട്ട് പോകുമ്പോ റേറ്റ് കുറെ ഉണ്ടാവും. നാളെ അതേപോലെ സംഭവം ഉണ്ടായിരുന്നു. ഞാൻ നാളെ അയാൾ വെയിറ്റ് ചെയ്തപ്പോ 270 എത്ര കണ്ട്. ഇവിടെ വന്ന് ഡെസ്റ്റിനേഷനിൽ എത്തിയപ്പോ പിന്നെ നോക്കിയപ്പോ 216 എത്രയായി, വളരെ കുറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ ഒരു സംഭവം ഉണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പൊ ഇനി അങ്ങനെ ചെയ്ത് നോക്കണം. കാരണം ഇത് നമുക്ക് നഷ്ടമാണ്. കൂടുതൽ ആക്കി കൊടുക്കുമ്പോൾ നമുക്ക് കൂടി കിട്ടല്ല. ഇന്ന് കൂടി കിട്ടണ്ട, ആ സെയിം റേറ്റ് തന്നെ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ലായിരുന്നു. ഇത് അതിൽ നിന്ന് കുറയാണ്. അപ്പൊ അങ്ങനെ ഒരു പ്രശ്നം ഉണ്ട് എന്ന് എനിക്ക് തോന്നണം കേട്ടോ. ഇനി അടുത്തതിൽ അങ്ങനെ ചെക്ക് ചെയ്ത് നോക്കണം. കറക്റ്റ് ലൊക്കേഷൻ ആ പോയിന്റ് എത്തുമ്പോൾ അവിടുന്ന് ക്ലോസ് ചെയ്യാം പരിപാടി. നമ്മളിപ്പോഴേ എടപ്പള്ളി ഭാഗത്തേക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ട്രിപ്പ് അടിച്ചിട്ടൊന്നുമല്ല. പിന്നെ അതിപ്പോ നമ്മൾ ഇതുവരെ നിന്നത് ഒരു പൈപ്പ് ലൈനിന്റെ കുറച്ച് അകത്തായിരുന്നു. അപ്പൊ ഈ ഇത്രയും നല്ല രാവിലെ 4:30 ഇറങ്ങിയിട്ട് 5:40 നേരം മുഴുക്കാനായി. ആകെ ഒരു ട്രിപ്പ് അടിച്ചിരിക്കണം. ആ ട്രിപ്പാണെന്നുണ്ടെങ്കിൽ നമുക്ക് നഷ്ടത്തിലാണ് ഓടും ചെയ്തത്. അപ്പൊ അടുത്തൊരു ട്രിപ്പ് വന്നിട്ടുണ്ട്, മാച്ച് ട്രിപ്പ് വന്നിട്ടുള്ളത്. പെരിയാർ നഗർ ആലുവക്കാട്ടാ മാച്ച് ആവുന്നുണ്ട്. അവിടെ രാവിലെ ആവുകൊണ്ട് പെട്ടെന്ന് ചിലപ്പോ മാച്ച് ആവുമായിരിക്കും. കാരണം ഡ്രൈവർമാരൊക്കെ ഉറക്കത്തിലായിരിക്കും. നോക്കി നോക്കുക, ഇപ്പോഴും മാച്ചിങ്ങിലാണ്. ഓക്കെ ആയിട്ടുണ്ട്. ആലുവക്കാണ് ഉണ്ണി. അപ്പോ ഓക്കെ കറക്റ്റ് ആണ്, നമ്മൾ പോകുന്ന വഴി കറക്റ്റ് ആണ്. അപ്പൊ പോയി ആളെ പിക്കട്ടെ. അപ്പൊ ഏതായാലും അവിടുന്ന് വണ്ടി എടുത്ത് പോകുന്ന എന്തായാലും കുഴപ്പമില്ലാണ്ട് പോകുന്നത്. വണ്ടി ഇങ്ങനെ അനങ്ങണം, അപ്പോഴേ ട്രിപ്പ് അടിക്കുള്ളൂ. അതിലെന്തെന്നോ ഞാൻ രണ്ടും കൽപ്പിച്ചാണ് ഇറങ്ങിയത്. ഓരോ CNG പോയാലും കുഴപ്പമില്ല. കാരണം നമ്മൾ ഇത്ര നേരത്തെ ഇറങ്ങിയിട്ട് നമുക്ക് എന്തേലും വേണമല്ലോ. അപ്പോ നമ്മൾ ഒരു 2-3 ദിവസം ഇങ്ങനെ നോക്കി നോക്കും. ഈ ഒരു 4 മണിക്കൊക്കെ ഇറങ്ങി നോക്കി നോക്കാം. 2-3 ദിവസം നോക്കി നോക്കാം. സാധാരണ പോലെ ഒരു 3000-3000ന്റെ മേലൊക്കെ അടിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ഓക്കെ. ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ സാധാരണ സമയം തന്നെ എടുക്കാം. ഒന്നല്ലെങ്കിൽ 6 മണി അല്ലെങ്കിൽ 7 മണി. 8 മണിന്റെ മുമ്പായിട്ട് ഇറങ്ങിയാൽ മതി. ആ ഒരു ഓഫീസ് ടൈമോ സ്കൂൾ ടൈമൊക്കെ തുറക്കണതിന്റെ കുറച്ച് മുമ്പ് ഇതാക്കിയാൽ മതി. കാരണം ഈ ഒരു സമയങ്ങളിൽ ഇങ്ങനത്തെ ട്രിപ്പ് ഉണ്ടാവും. ഇതിപ്പോ ആലുവ റെയിൽവേ സ്റ്റേഷനിലേക്ക് ആയിരിക്കും. ഞാൻ ആലുവ എന്ന് മാത്രമേ കണ്ടിട്ടുള്ളൂ. ആലുവ റെയിൽവേ സ്റ്റേഷനിലേക്ക് ആയിരിക്കും ഈ സമയത്ത് കിട്ടുന്ന ട്രിപ്പുകൾ. ഇങ്ങനെയൊക്കെയാണ് റെയിൽവേ സ്റ്റേഷന്, അതേപോലെ എയർപോർട്ട്, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആയിട്ട് കിട്ടുള്ളൂ. അപ്പോ ഇതേതായാലും പോയി പിക്ക് ചെയ്യട്ടെ. നമ്മളെ അവിടെ ഒരു ശരവണ ഭവൻ ഉണ്ട്, അതിന്റെ ഏകദേശം അടുത്തു നിന്നാണ് പിക്കപ്പ് ഉള്ളത്. ഇത് നമ്മള് പിക്കപ്പ് പോയിന്റിലെത്തി. കളിക്കളം, പിന്നെ ഇവിടെ ഒരു ഹോട്ടൽ ഉണ്ട്. ഈ ഹോട്ടലിൽ നിന്നാണ് പിക്കപ്പ് ഉള്ളത് തോന്നുന്നുണ്ട്. ധൈര്യം വലിയ കളിക്കാരനാണ്. 10 മിനിറ്റ് ഞാൻ എവിടെ നിന്നിട്ട് കോൾ ചെയ്തപ്പോ ആള് 10 മിനിറ്റിന്റെ മെസ്സേജ് ഇട്ടേക്കണേ. അപ്പൊ ഈ 10 മിനിറ്റ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒക്കെ കഴിഞ്ഞിട്ട് ബുക്ക് ചെയ്താ പോരെ. എന്ത് കഷ്ണം ആള്. ഹലോ, കസ്റ്റമറാണ് ഇപ്പൊ വിളിച്ചത്. നമുക്കിപ്പോ ആണെങ്കിൽ ഒരു കാര്യമുണ്ട്. നമ്മളെ ക്യാൻസലേഷന്റെ ആ ഒരു സമയമാകുമ്പോ നമുക്ക് ക്യാൻസൽ ചെയ്തിട്ടാണ് പോവാ. അപ്പൊ വീണ്ടും ബുക്ക് ചെയ്യും. പിന്നെ വേണ്ട, പോട്ടെ. രാവിലെ തന്നെ വെറുപ്പിക്കാൻ നിൽക്കണ്ട. 10 മിനിറ്റ്. ഇനി ഇതെന്താന്നോ, ചിലപ്പോ ഇതിലേറെ സമയമാവും. അതാണ് പ്രശ്നം. അവരൊരു വെറുതെ ഒരു 10 മിനിറ്റാണ് പറയും നമ്മൾ നിൽക്കാൻ വേണ്ടിയിട്ട്.
എന്നാ ഇത് ഒന്നില്ലെങ്കിൽ ആ സമയത്ത് ബുക്ക് ചെയ്താൽ മതി. ബുക്ക് ചെയ്തിട്ട് 10 മണി. ഷോ നോക്കി നോക്കാം. നമുക്ക് ഇപ്പൊ ഒരു ട്രിപ്പ് അടിച്ചിട്ടുണ്ടായിരുന്നു, അതാണ് ഈ ക്യാൻസൽ ആയത്. മറ്റേ ട്രിപ്പ് നമ്മൾ ഇവിടെ ആലുവ റെയിൽവേ സ്റ്റേഷനിൽ ക്ലോസ് ചെയ്തു. അവിടേക്ക് എത്തുന്നതിൻ്റെ ഒരു 50 മിനിറ്റ് മുമ്പാണ് നമുക്ക് ഈ ട്രിപ്പ് അടിച്ചത്. 100 രൂപയുടെ ട്രിപ്പാ. ഞാൻ കരുതി ചെറിയ ട്രിപ്പ്, നല്ല ട്രിപ്പാണ് കരുതി. അപ്പൊ നോക്കുമ്പോ നമ്മളിപ്പോ ഇവിടെ നിൽക്കുന്നത്, നമുക്ക് ഇവിടുന്നാണ് പിക്കപ്പ് ഉള്ളത്. അതായത് എയർപോർട്ടിന്റെ ഏകദേശം ഇവിടുന്ന് അത്താണിന്ന്. ഞാൻ ദൂരെ നോക്കിയപ്പോൾ 10.6 കിലോമീറ്റർ പിക്കപ്പ്, 100 രൂപയുടെ ട്രിപ്പിനെ. പിന്നെ ഡ്രോപ്പ് എത്ര ഉണ്ടെന്നാവോ, അതാണ് ഇപ്പൊ ക്യാൻസൽ ആയത്. അപ്പോൾ മറ്റേ കസ്റ്റമർ കുഴപ്പമൊന്നുമില്ല കേട്ടോ, നല്ല ഡീസന്റ് കസ്റ്റമർ തന്നെയാണ്, നല്ല വർത്താനൊക്കെ പറഞ്ഞു പോകുന്നത്. അപ്പോൾ ആളിനോട് പറഞ്ഞു ഇത്ര നേരത്തെ വണ്ടി കിട്ടുമെന്ന് വിചാരിച്ചില്ലായിരുന്നു, അതുകൊണ്ടായിരിക്കും 10 മിനിറ്റിന്റെ ഡിലേ വന്നത്. ഇപ്പോൾ നമ്മളെവിടെ വണ്ടി നിർത്തിക്കണ അറിയോ? നമ്മൾ ഇന്നാൾ നിർത്തിയത് ഏകദേശം ആ ഓട്ടോറിക്ഷ ഒക്കെ കിടക്കുന്ന അവിടെയാണ് നമ്മൾ ഇന്നാൾ വണ്ടി ഇട്ടീന്. അപ്പോൾ നമുക്ക് അവിടുന്ന് ഫൈൻ കിട്ടി. ഇപ്പോൾ ഇവിടെ 2 കാറ് കാണുന്നുണ്ടോ ആ റോട്ടിൽ? ആ വരിക്ക് അടിഭാഗത്തൊക്കെ ഇഷ്ടം പോലെ വണ്ടികൾ കിടക്കുന്നുണ്ട്. അപ്പൊ അവിടെ ഇടാൻ എനിക്കൊരു പേടി. കാരണം ഇന്നാളെ നമുക്ക് എത്ര കിട്ടി? 500 രൂപയല്ലേ ഫൈൻ കിട്ടിയത്. ഇന്നിപ്പോ ആകെ 2 ട്രിപ്പ് 351 രൂപയൊക്കെ ഓടിയിട്ടുള്ളത്. അതാ ഫസ്റ്റത്തെ ട്രിപ്പ് നല്ല നഷ്ടമാണ്. അതിന്റെ ഇടയിൽ ഇനിയിപ്പോ 500 രൂപ ഫൈനും പാടെ കൊണ്ടുപോയാല് അന്ന് പിന്നെ എന്താന്നോ, ഇവിടെ ഒരു ഫുട്പാത്ത് ഉണ്ട് റോഡിന്റെ സൈഡിൽ കൂടി. അപ്പോൾ എന്റെ വണ്ടിന്റെ പകുതി ഫുട്പാത്ത് കൂടി കയറ്റിയിട്ടാണ് വെച്ചിട്ടുണ്ടായിരുന്നത്. ഞാൻ റോട്ടിൽ വണ്ടി ഇടണ്ടല്ലോ എഴുതിയിട്ടാണ് അങ്ങനെ ഇട്ടത്. ഈ ഫുട്പാത്ത് കൂടി ആ നേരത്തെ ആരും നടക്കാറില്ലല്ലോ. ഇനി അതുകൊണ്ടാണോ ഫൈൻ ഇട്ടത് എനിക്ക് അറിയില്ല കേട്ടോ, ഫുട്പാത്ത് കയറ്റിയിട്ട്. അപ്പൊ ഏതായാലും ഞാൻ അന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇവിടെ വേറെ സ്പോട്ട് ഉണ്ട് നമ്മൾ നിൽക്കുന്ന അടുത്ത് തന്നെ. കണ്ടോ ഇത്ര നല്ല ഗ്യാപ്പില്. ഇപ്പൊ ഇതൊക്കെ കടന്റെ പാർക്കിംഗ് ആണ്. ഇവിടെ ഒരു ടാക്സി പാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്, പിന്നെ ഇവിടെ ഒരു കാറുണ്ട്. അപ്പൊ ഇവിടെ എന്തായാലും ഒരു പാർക്കിംഗ് ഏരിയ ഉണ്ട്. അപ്പൊ ഇവിടെ ഇട്ടാലും അവിടെ ഇട്ടാലും ഒക്കെ കണക്ക് തന്നെ. അപ്പൊ ഏതായാലും ഇപ്പൊ ഇവിടെ കയറ്റിയിട്ടിട്ടുണ്ട്. ഞാൻ അവിടേക്കും ചെന്ന് നോക്കട്ടെ, ആരാണ് വന്ന് ഫൈൻ എടുക്കണേന്ന് നോക്കണല്ലോ. സംഭവം എന്നും വന്ന് നോക്കുന്നുണ്ടാവും. പോലീസ് വണ്ടിയാണെന്നുണ്ടെങ്കിൽ എന്നും വരുന്നുണ്ടാവും. അല്ലാന്നുണ്ടെങ്കിൽ വേറെ ആരിലേക്ക് എടുത്താണ്ട് ഫോട്ടോ അയച്ചു കൊടുക്കേക്കില്ല. എന്താ അവസ്ഥ ഞാനും നോക്കി നോക്കട്ടെ. ഏതായാലും ട്രിപ്പ് ഇവിടെ നിന്നിട്ട് കിട്ടൂല. അപ്പൊ ഇവിടെ ഒക്കെ ഇങ്ങനെ നടന്നു നോക്കാം, മഴയൊന്നുമില്ല. നമുക്ക് ഇവിടുന്ന് റെയിൽവേ സ്റ്റേഷനിൽ ട്രിപ്പ് അടിച്ചിട്ടുണ്ട് അജിത്ത്. ആദ്യം ഒരു ട്രിപ്പ് അടിച്ചിട്ടുണ്ടായിരുന്നു. ഞാന് ചായ കുടിക്കാൻ റെയിൽവേ സ്റ്റേഷന്റെ മുമ്പിലുള്ള ഒരു ഹോട്ടലിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോ 3 പൂരിയാണ് ഓർഡർ ചെയ്തത്. ഒരു പൂരി കഴിഞ്ഞപ്പോ ഇതിന് ട്രിപ്പ് അടിച്ചു 250 രൂപയുടെ കാക്കനാട്ടേക്ക്. അപ്പൊ ഞാൻ ആളെ വിളിച്ചു പറഞ്ഞു ഒരു 8 മിനിറ്റ് ആവുന്ന പറഞ്ഞു, കാരണം ഫുഡ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളൂ. അപ്പൊ ഒന്ന് ക്യാൻസൽ ചെയ്യാൻ പറ്റുമെന്നൊക്കെ ചോദിച്ചു. അപ്പൊ ഒന്ന് ക്യാൻസൽ ആക്കിയാൽ മതിയാണ്ട് ഞാൻ ക്യാൻസൽ ആക്കി ഉടനെ ടീ ബ്രേക്ക് ഇട്ടു. കാരണം വീണ്ടും ആ ട്രിപ്പ് വരുമെന്ന് വിചാരിച്ചിട്ട്. പിന്നെ നമ്മൾ ചായ അടിച്ച് കഴിഞ്ഞതിന് ശേഷം വീണ്ടും ഓണാക്കി, അവിടുന്ന് തന്നെ ഓണാക്കി. അപ്പൊ അവിടുന്ന് ഒരു 5 മിനിറ്റ് കഴിഞ്ഞപ്പോ അടുത്ത ട്രിപ്പ് അടിച്ച് 240 രൂപയുടെ. ഇതും കാക്കനാട് ഭാഗത്തേക്കാണ്. അപ്പോ ആളെ പിക്ക് ചെയ്യാൻ അങ്ങനെ കയറിക്കൊണ്ടിരിക്കുകയാണ്. റെയിൽവേ സ്റ്റേഷനിൽ ചെറിയൊരു തിരക്കുണ്ട് ഇവിടെ. അത് നമ്മൾ ആ ട്രിപ്പ് കഴിഞ്ഞിട്ടോ, അത് നമ്മളെ കളമശ്ശേരി മെഡിക്കൽ കോളേജിന്റെ ആ ഭാഗത്തേക്കായിരുന്നു ഡ്രോപ്പ് ഉണ്ടായിരുന്നത്. 541 അതിന്റെ 3 ട്രിപ്പില് 170 രൂപയാണ് ഈ ട്രിപ്പിന് കിട്ടിയത്. ഇത് 7.99. നമ്മളെ ഫസ്റ്റ് നമ്മൾ പോയത് 9 കിലോമീറ്റർ ആയിരുന്നു രാവിലത്തെ, 144 ഉള്ളൂ. 18 മിനിറ്റ് എടുത്തത്. ഇത് 19 മിനിറ്റ് 170 രൂപ കിട്ടി. അപ്പൊ രാവിലത്തെ ട്രിപ്പ് നല്ല നഷ്ടമായിരുന്നു നമുക്ക്. പിന്നെ ഇപ്പൊ ഇത് 2 ട്രിപ്പ് ക്യാൻസൽ ആയി കിടക്കുന്നുണ്ടല്ലോ. അത് ആദ്യം ഒന്ന് നെടുമ്പാശ്ശേരി ഞാൻ പറഞ്ഞത് 10 കിലോമീറ്റർ പിക്കപ്പ് ഉള്ളത്, പിന്നെ ആലുവത്തതും. ഇപ്പൊ ഈ ട്രിപ്പ് ക്ലോസ് ചെയ്തു. നമ്മളെ മാപ്പിന് എന്തോ ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു, മാപ്പ് വരുന്നുണ്ടായിരുന്നില്ല. അതിന് വല്ല അപ്ഡേഷൻ ഉണ്ടോ നോക്കട്ടെ. ഒരു അപ്ഡേഷൻ കിടക്കുന്നുണ്ട്. അപ്പൊ അതുകൊണ്ടായിരിക്കും എന്ന് വിചാരിക്കാം. ഒന്ന് നോക്കി നോക്കട്ടെ. നമുക്ക് അടുത്തൊരു ട്രിപ്പ് അടിച്ചിട്ടുണ്ട്, റൗണ്ട് ട്രിപ്പാണ്, മൾട്ടിപ്പിൾ സ്റ്റോപ്പ്. അപ്പൊ 360 രൂപ എത്രയുണ്ട്. ഒരു നസീമയാണ്, നസീമ. ഇനി ഒരു 800 മീറ്ററും കൂടി ഉണ്ട് പിക്കപ്പിന്. ഇവിടുന്ന് അടുത്ത് തന്നെയാണ് നമുക്ക് ട്രിപ്പ് അടിച്ചത്. 360 രൂപയുടെ ട്രിപ്പാന്ന് തോന്നുന്നുണ്ട്. എവിടുക്കാന്ന് ഡ്രോപ്പിന്റെ ലൊക്കേഷൻ ഞാൻ കറക്റ്റ് നോക്കിയില്ല. നമ്മളെ കസ്റ്റമറെ കാണാനില്ല. അവിടെ ഒരു ബിൽഡിംഗ് കാണുന്നുണ്ട്, അവിടെ ഞാൻ വണ്ടി നിർത്തിയപ്പോ സ്കൂൾ വണ്ടി വന്നപ്പോ മാറ്റേണ്ടി വന്നു. നസീമാനെ കാണാനില്ല. വിളിച്ചോടെ. നമ്മളിപ്പോ ഉള്ളത് ഇവിടെ പെരുമ്പാവൂർ റോട്ടുമേ മുടിക്കൽ എന്ന് പറഞ്ഞ സ്ഥലത്താണ് നമ്മളിപ്പോ ഉള്ളത്. നമ്മൾ ആ റൗണ്ട് ട്രിപ്പ് അങ്ങോട്ടായിരുന്നു. ഇതിപ്പോ നമുക്ക് 304 രൂപയാണ് ക്യാഷ് കളക്ട് ചെയ്തത്. 311 നമുക്കും കിട്ടി. 19.60 കിലോമീറ്റർ 50 മിനിറ്റ്. ഇത് 2 ലേഡീസ് ആയിരുന്നു കയറിയിട്ടുണ്ടായിരുന്നു. അവര് ഇങ്ങോട്ട് ഒരു മരിപ്പിന് വന്നതാണ്. അപ്പോ ഇവര് രണ്ടാമത്തെ ലേഡി കയറിയപ്പോ ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു ആദ്യം 300 ആയിരുന്നു, പിന്നെ ആഡ് സ്റ്റോപ്പ് ഇട്ടപ്പോ 60 ആയിന്ന് പറഞ്ഞു. അപ്പൊ 360. നമുക്ക് വന്നത് 360 ആയിരുന്നു ഏണിങ്സ് വന്നത്. അപ്പോ നമ്മളിപ്പോ നിക്കണീന്റെ 1 കിലോമീറ്റർ ബാക്കിലായിരുന്നു അവരെ ശരിക്കുള്ള ഡെസ്റ്റിനേഷൻ ഉണ്ടായിരുന്നത്. അപ്പൊ അവിടുന്ന് ഇങ്ങോട്ട് 1 കിലോമീറ്റർ കൂടി ഉണ്ട് എന്ന് പറഞ്ഞൊരു ഓട്ടോക്കാരന്. അപ്പൊ എന്നോട് താത്ത പറഞ്ഞിട്ടുണ്ടായിരുന്നു മോനെ കൂടുതലാണെങ്കിൽ പറഞ്ഞതോണ്ടിട്ടോ പൈസ തരണ്ടെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞാൻ അവിടുന്ന് കുറച്ച് പോന്നപ്പോഴാണ് എനിക്ക് ഓർമ്മ കിട്ടിയത് നമ്മള് രാവിലത്തെ ഏതൊരു പരിപാടി ഡെസ്റ്റിനേഷനിൽ അല്ലാണ്ട് നിർത്തുമ്പോ റേറ്റ് കുറയുന്നത്.
അപ്പൊ കുറച്ച് പോന്നപ്പോ തന്നെ ചെക്ക് ചെയ്ത് നോക്കി, അപ്പൊ 304 അപ്പൊ ഞാൻ വണ്ടി ബാക്കൊക്കെ ഓടിച്ചിട്ട് അവിടെ പോയിട്ട് ക്ലോസ് ചെയ്യണോന്ന് വിചാരിച്ചു. പിന്നെ ഞാൻ എന്ത് ചെയ്ത്, ആ ട്രിപ്പ് ഒരു നേരത്തെ പറയണ കേട്ടല്ലോ 360 അപ്പൊ അതിലും ഞാൻ എന്തായാലും കുറയില്ല. അപ്പൊ ഞാൻ വേഗം 304 പോയിട്ട് വഴിക്ക് തന്നെ ട്രിപ്പ് ക്ലോസ് ചെയ്ത്. അതാണ് ഈ 304 കിടക്കണേ. 311 നമ്മളെ ഏണിങ്സും. അപ്പൊ ഇവിടെ വന്നിട്ട് എത്ര ആയി ചോദിച്ചു. ഞാൻ പറഞ്ഞ 360 അല്ലേ കണ്ടത്, അപ്പൊ ഒരു എക്സ്ട്രാ ഓടിന്റെ 20 തന്നിട്ട് 380 തന്നാൽ മതിയാണ്. എന്നാ 400 പിടിച്ചോണ്ട് 400 തന്നു. അങ്ങനെ അതുകൊണ്ട് കഴിച്ചില്ലായി. അപ്പൊ ഇനി അത് ശ്രദ്ധിക്കണം. എന്ത്, നമുക്ക് വന്നപ്പോഴും റേറ്റ് 360 ഈ ട്രിപ്പ് വരുമ്പോ. അപ്പൊ അതാണ് ശരിക്കുള്ള റേറ്റ്. കറക്റ്റ് ഡെസ്റ്റിനേഷനിൽ നമ്മൾ ട്രിപ്പ് ക്ലോസ് ചെയ്യണം. അതിനപ്പുറത്തേക്ക് എക്സ്ട്രാ പോകുന്നുണ്ടെങ്കിൽ മീറ്ററിൽ നോക്കുക, 1 കിലോമീറ്റർ ആയാൽ 20-25 റുപ്യ എക്സ്ട്രാ വാങ്ങുക. ഇനി അതേ പരിപാടി നടക്കുള്ളൂ. മറ്റേ നമ്മൾ ഊബറിൽ അവിടെ കിടക്കട്ടെ, അവിടെ എത്തിയിട്ട് കൂട്ടി വാങ്ങാന്ന് ഉദ്ദേശിക്കുകയാണെന്നുണ്ടെങ്കിൽ പോലും ഊബറിന്റെ റേറ്റിൽ കുറയും. കറക്റ്റ് ഡെസ്റ്റിനേഷനിൽ അല്ലെങ്കിൽ കുറയുണ്ട്. അപ്പൊ ഇനി അടുത്ത ഒന്നും കൂടി ചെക്ക് ചെയ്യണം എനിക്ക്. ആ ഡെസ്റ്റിനേഷനിൽ എത്തുമ്പോൾ എത്ര കാണിക്കുന്നത് നോക്കണം. എന്നിട്ട് കുറച്ച് പോയിട്ട് കുറയുന്നുണ്ടോന്ന് നോക്കണം. അപ്പോ ഇങ്ങനെ ചെറിയൊരു പരിപാടി ഉണ്ട്. അപ്പൊ എല്ലാരും സൂക്ഷിക്കുക. പിന്നെ ആ ഫസ്റ്റ് കയറിയ താത്ത ഉണ്ടല്ലോ, ആ താത്തക്ക് അവിടെ ഒരു പുതിയൊരു അപ്പാർട്ട്മെന്റ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. 15 റൂമുണ്ട് റെന്റിന് കൊടുക്കാനാ. അപ്പോ ആരെങ്കിലും ഉണ്ടോന്നൊക്കെ ചോദിച്ചിരുന്നു. ആരെങ്കിലും ഇട്ടിട്ടുണ്ട്, ആളെ നോക്കുന്നുണ്ടെന്നൊക്കെ പറഞ്ഞ്. പിന്നെ നിന്റെ കയ്യിൽ ആളൊക്കെ ഉണ്ടെങ്കിൽ പറഞ്ഞതുകൊണ്ട് ഈ ഊബർ മാത്രം നടക്കൂല, അങ്ങനത്തെ വല്ല പരിപാടിയൊക്കെ നോക്കിക്കോന്ന് പറഞ്ഞു. അപ്പോ ഒരാൾക്ക് മാത്രമേ കൊടുക്കുള്ളൂ. അതായത് മൊത്തത്തിൽ ഒരാൾക്ക് കൊടുക്കാനുള്ള പരിപാടിയാണ്. ഈ പല ആൾക്കാർ കൊടുക്കുമ്പോൾ എല്ലാവരും പിന്നാലെയും പോകണല്ലോ. അപ്പൊ അത് റിസ്ക് എടുക്കാൻ വയ്യാന്ന് പറഞ്ഞിട്ട് ഒരാൾക്ക് കൊടുക്കാന്. അപ്പൊ അതിന്റെ കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞത്, മാസം റെന്റ് 1,00,000 രൂപ, 15 റൂമുണ്ട്, എല്ലാ റൂമിലും അറ്റാച്ച് ബാത്റൂം. അപ്പോ എന്താ 3 മാസത്തത് അഡ്വാൻസും. ഇത്ര കാര്യങ്ങളെ താത്താക്ക് അറിയുള്ളൂ. പിന്നെ താത്താന്റെ നമ്പർ തന്നിട്ടുണ്ട്. ആർക്കായാലും ഇങ്ങനത്തെ എടുക്കാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ പറയാ. അപ്പൊ ഞാൻ നമ്പർ തരാം താത്താന്റെ. 3,00,000 റുപ്യ കൊടുക്കുക മാസം, 1,00,000 റുപ്യ വാടക. അങ്ങനെ നമ്മൾ ഈ ട്രിപ്പ് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. നല്ല ബ്ലോക്ക് ഉണ്ടായിരുന്നു. ഈ പാലാരോട്ടം പാലത്തുമ്പോ നല്ല ബ്ലോക്ക് ഉണ്ടായിരുന്നു. 1 hour 24 minutes, 1.5 മണിക്കൂർ എടുത്തു ഈ യാത്രക്ക്. 29 കിലോമീറ്റർ, 471 രൂപയാണ് നമുക്ക് കിട്ടിയത്. 670. ഇത് ഞാന് ക്യാഷ് കളക്ട് ചെയ്തതിനു ശേഷം കുറച്ച് പോയിക്കൊണ്ടൊന്ന് ടെസ്റ്റ് ചെയ്യാൻ എഴുതിന്. പിന്നെ ഞാൻ അറിയാണ്ടത് ക്ലോസ് ചെയ്തോ ട്രിപ്പ്. 1.5 മണിക്കൂറാട്ടോ സമയം എടുത്തത്. നല്ല ബ്ലോക്ക് ഉണ്ടായിരുന്നു ഈ പാലാരട്ടം പാലത്തുമ്പോ ഒരു ലോറി എന്തോ ടയർ പൊട്ടിയിട്ട് കിടക്കുന്നുണ്ട്. അപ്പോ ഞാൻ ജസ്റ്റ് ഒന്ന് ടീ ബ്രേക്ക് ഇട്ടിട്ടാണ് വന്ന ഉടനെ ഒരു ട്രിപ്പ് അടിച്ചിട്ടുണ്ടായിരുന്നു. മാച്ചായി കിട്ടിയില്ല. അപ്പൊ റാപ്പിഡ് ഒന്ന് ഓണാക്കി നോക്കി, അടിയണമൊന്നുമില്ല. അപ്പൊ നമുക്ക് ഊബർ തന്നെ ശരണം. ഊബർ ഓണാക്കിയിട്ടുണ്ടെങ്കിൽ ഊബർ ഇപ്പൊ വല്ല ലോക്കലൊക്കെ അടിച്ചാൽ പണിയാവും. ബ്ലോക്കിൽ പെട്ടാലാണ് സീന്. പാലാരോട്ടത്തൊക്കെ നല്ല ബ്ലോക്കാണ്. പിന്നെ നമ്മളെ കളമശ്ശേരിയും നല്ല ബ്ലോക്ക് ഉണ്ട്. അങ്ങനെ ആ 2 ബ്ലോക്ക് പെട്ടിട്ടാണ് 1.5 മണിക്കൂർ സമയം എടുത്ത്. പിന്നെ ആലുവയിലും ഉണ്ട് ബ്ലോക്ക്. അങ്ങനെ മൊത്തം ബ്ലോക്ക്. ഇനിയിപ്പോ ഇവിടെ തമ്മനത്താണ് നമ്മളുള്ളത്. തമ്മനത്ത് അവിടെ കുറച്ച് വെള്ളം കാണുന്നുണ്ട്. സൈഡാക്കാൻ പറ്റുമോ നോക്കട്ടെ. മറ്റേ കുഴി ഉണ്ടോന്നാവോ. ഇവിടെ എന്തോ ഒരു കമ്പനി എന്തോ ഉണ്ട്. ഇവിടെ മുങ്ങിട്ടില്ലെങ്കിൽ കാണാം. കുഴപ്പമില്ല, നമ്മുടെ നിർത്താം. ഇപ്പൊ നമ്മളിവിടെ മഹാരാജാസ് കോളേജിന്റെ ബാക്ക് സൈഡിലാണ് ഉള്ളത്. അപ്പോ സമയം 1:28 ആയിട്ടുണ്ട്. ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ഓഫ് ചെയ്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് ആദ്യം ആ ചളിക്കവട്ടത്തിൽ നിന്ന് അവിടുന്ന് ഒരു ട്രിപ്പ് അടിച്ചിട്ടുണ്ടായിരുന്നു. ആ ട്രിപ്പ് എടപ്പള്ളി ലുലുമാൾക്കായിരുന്നു. ലുലുമാളിലെത്തിയപ്പോൾ അവിടുന്ന് വീണ്ടും ഒരു ട്രിപ്പ് അടിച്ചു. നേരെ നമ്മളെ ആസ്റ്റർ മെഡിസിറ്റിന്റെ അവിടേക്കാണ്, ചേരാനെല്ലൂർക്ക്. പിന്നെ നമ്മളെ ആസ്റ്ററിന്ന് നമുക്ക് ഈ മറൈൻ ഡ്രൈവിന്റെ ഏകദേശം ഈ ഭാഗത്തേക്കും ഇവിടുന്ന് ഒരു 1 കിലോമീറ്റർ അപ്പുറത്തേക്കാണ് നമുക്ക് ഡ്രോപ്പ് ഉണ്ടായിരുന്നത്. അപ്പൊ ഇവിടെ ഇങ്ങനെ വണ്ടി നിർത്താൻ പറ്റുമെന്ന് എനിക്കറിയാം. അതുകൊണ്ട് ഞാൻ ഇങ്ങോട്ട് വന്നിട്ട് ഓഫ് ചെയ്തിട്ടുണ്ട്, ഊബർ ഓഫ് ചെയ്തിട്ടുണ്ട്. ഇനി ഫുഡ് കഴിച്ചിട്ട് തുടങ്ങാം. അപ്പോൾ നമ്മളെ ഇന്നത്തെ ഫുഡ് ഇതാട്ടോ. ഓംപ്ലേറ്റ് പിന്നെ എന്നും ഉണ്ടാവും, പിന്നെ ഉള്ളി കൂട്ടാനും ഉണ്ടാവും. ഇതാണ് ഇപ്പൊ ഇന്നത്തെ സ്പെഷ്യല്. നമ്മളെ ലുലുമാളിൽ നിന്ന് വാങ്ങിയതാ നല്ലൊരു ചെമ്മീൻ അച്ചാറ്. ലുലുമാളിൽ കുറെ അടിപൊളി അച്ചാറുകളുണ്ട്. അപ്പോൾ ഇതാണ് ഇന്നത്തെ ഫുഡ്. ഇപ്പം നമ്മളിവിടെ എടപ്പള്ളിയിലാണുള്ളത്. നമുക്ക് അതിന് ശേഷം അവിടുന്ന് ഒരു ട്രിപ്പ് അടിച്ചിട്ടുണ്ടായിരുന്നു. ഫുഡ് കഴിച്ച ഉടനെ നമുക്ക് എടപ്പള്ളിക്ക് ഒരു ട്രിപ്പ് അടിച്ചിട്ടുണ്ടായിരുന്നു, അമൃതന്റെ അടുക്ക്. പിന്നെ അവിടുന്ന് അമൃത ഹോസ്പിറ്റലിന് നമുക്ക് നമ്മളെ മൊബൈൽ ഷോപ്പിന്റെ ഏകദേശം അടുത്തേക്ക് അവിടെ ഒരു ശരവണ ഭവൻ ഉണ്ട്. അവിടേക്കൊരു ട്രിപ്പ് അടിച്ചിരുന്നു 136-ന്റെ. അവിടുന്ന് കുറച്ചു നേരം വെയിറ്റ് ചെയ്തപ്പോൾ നമുക്ക് നേരെ ഷേണായിസ് MG റോഡിന്റെ അടുക്ക് ട്രിപ്പ് അടിച്ചു. അവിടുന്ന് ഒരു ട്രിപ്പ് അടിച്ചു, ക്യാൻസലായി. പിന്നെ ഇപ്പോൾ ലാസ്റ്റ് ട്രിപ്പ് എടപ്പള്ളിക്ക്. അത് നമ്മളെ വിനീത തിയേറ്ററിന്റെ അടുക്കായിരുന്നു ശരിക്കുള്ള ഡ്രോപ്പ് ഉണ്ടായിരുന്നത്. പിന്നെ ആള് ഇവിടെ ഇറങ്ങിക്കോളാന്ന് പറഞ്ഞു ഇവിടെ ഇറങ്ങിയ ആള് ഇവിടെ ഹോസ്പിറ്റലിൽ എന്തോ പോണെന്നാണ്. അപ്പൊ നമ്മളെ CNG കഴിഞ്ഞിട്ടുണ്ട്. ഈ ട്രിപ്പ് നമ്മള് കുറച്ചു പോന്നപ്പോ വാണിംഗ് ലൈറ്റ് കത്തിയിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇപ്പൊ റാപ്പിഡോയില് ട്രിപ്പ് അടിച്ചിട്ടുണ്ട് 457 രൂപ എയർപോർട്ടിക്ക്. അത് 2 വട്ടം വന്നു, 2 വട്ടം കിട്ടിയില്ല. പിന്നെ അപ്പൊ നമ്മള് എത്ര ഓടിയത് 162 കിലോമീറ്റർ ഓടിയുണ്ട്. അപ്പോൾ CNG കഴിഞ്ഞു. ഇനി ഒരു പുള്ളിപ്പാടേ ഉള്ളൂ.
അപ്പോൾ ഞാൻ നേരെ എടപ്പള്ളി ഇവിടെ നമ്മളെ പത്തിരിപ്പാലം സെഞ്ചി പമ്പ് പോയിട്ട് CNG അടിക്കട്ടെ. കറക്റ്റ് ടൈമിങ്. അപ്പോൾ ഒരു പുള്ളി ബ്ലിങ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി കുറച്ചും കൂടി പോയാൽ CNGന്ന് ചാടും പെട്രോൾക്ക്. ഇപ്പോൾ ഇവിടെ 2 കുറ്റി ഉണ്ട് കേട്ടോ CNG അടിക്കാൻ. അതുകൊണ്ട് പെട്ടെന്ന് ഇവിടുന്ന് വരി കഴിയുന്നുണ്ട്. ഇല്ലാന്നുണ്ടെങ്കിൽ ആ റോട്ടിൽ കൂടി അങ്ങനെ പോകും ഇതിൻ്റെ ബാക്കി വരി. ഇനിയിപ്പോൾ ഞമ്മക്ക് അപ്പുറത്ത് ചിലപ്പോൾ സ്ഥലം ഉണ്ടാവുമായിരിക്കും, നോക്കി നോക്കട്ടെ. CNG ഒക്കെ അടിച്ച് കഴിഞ്ഞു കേട്ടോ. 721 രൂപയാണ് CNGക്ക് ആയത്. ഇന്ന് കുഴപ്പമില്ലാത്ത പ്രഷറിൽ കയറിയിട്ടുണ്ട്. പിന്നെ ഇപ്പൊ ഞാൻ ഊബർ ജസ്റ്റ് ഓഫ് ചെയ്തേക്കാം. അത് ലുലു മാളിന്റെ ഭാഗത്തിയപ്പോ റാപ്പിഡോയിൽ കുറെ ട്രിപ്പ് അടിച്ചിട്ടുണ്ടായിരുന്നു, 160, 150 വാഴക്കാലക്കൊക്കെ. ഞാൻ പിന്നെ എടുത്തില്ല. അപ്പൊ ഇനിയിപ്പോ ഏതായാലും ബ്ലോക്കുള്ള സമയമാണ്. ഇപ്പോ സമയം 5 മണി ആയിട്ടുണ്ട്, 5:12 ആയിട്ടുണ്ട് സമയം. അപ്പൊ ഇനി അങ്ങോട്ട് ബ്ലോക്ക് വെക്കാം. അപ്പൊ ഒരു 8 മണി വരെ ഇനി ഓഫ്ലൈന് വീഡിയോ എഡിറ്റിങ്ങും ചായ പൊടിയും കാര്യങ്ങളൊക്കെ. അപ്പൊ ഞാൻ മൊബൈൽ ഷോപ്പിലേക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളെ പരിപാടി നിർത്തിട്ടോ. 9:52 ആയിട്ടുണ്ട് സമയം. നമ്മൾ റൂമിലെത്തിയിട്ടുണ്ട്. അപ്പോൾ പിന്നീട് നമ്മൾ ഓടിയിട്ടൊന്നുമില്ല. നമ്മൾ 8 മണിക്ക് ശേഷം ഓടണം എന്നൊക്കെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ മൊബൈൽ മീൻ കളിച്ച് അങ്ങനെ ഇരുന്നു. പിന്നെ ഇനി ഏതായാലും നാളെ രാവിലെ ഇറങ്ങണമെന്നുണ്ടെങ്കിൽ ഇപ്പം നിർത്തണം. അപ്പോൾ നമ്മൾ ഇന്ന് ഓടിയിട്ടുള്ളത് 165 കിലോമീറ്റർ ആണ് നമ്മൾ ഓടിയിട്ടുള്ളത്. അപ്പോൾ ഇന്നും ഉണ്ട് നമ്മളെ ചോദ്യം ഇനി എന്നും ഉണ്ടാവും. അപ്പോൾ 165 കിലോമീറ്റർ ആണ് ഇന്ന് നമ്മൾ ടോട്ടൽ ഓടിയിട്ടുള്ളത് ബിയിൽ, ഇവിടുന്ന് റൂമിൽ നിന്ന് ഇറങ്ങിയപ്പോൾ ഉള്ളത്. അപ്പോൾ ഏണിങ്സ് പറയുന്നതിൽ 50ന്റെ ഡിഫറൻറ്റ് കൂടും കുറയും ചെയ്യാം. പ്രൈസും 50 രൂപ. പിന്നെ നമ്മളെ പഴയ വിന്നേഴ്സിനൊക്കെ അവർ നമ്പർ കമൻറ്റ് ചെയ്തിട്ട് വരാത്തതാണോ എന്താ എനിക്കറിയില്ല. വേറൊരാൾ എനിക്ക് കമൻറ്റ് ചെയ്തു എന്ന് പറഞ്ഞിട്ട് സ്ക്രീൻഷോട്ട് അയച്ചു വാട്സപ്പിൽ. പക്ഷേ ഞാൻ യൂട്യൂബ് നോക്കിയപ്പോൾ അതിൽ കാണുന്നില്ല, നമ്പർ കാണുന്നില്ല, വരുന്നില്ല. എന്താ സംഭവം എനിക്കറിയില്ല. അപ്പോൾ ഒരാൾ മാത്രമാണ് അങ്ങനെ പറഞ്ഞത്. അപ്പോൾ ബാക്കിയുള്ളവർക്കും അങ്ങനെ പ്രശ്നമായിട്ടാണോ നമ്പർ അയക്കാത്തതെന്ന് എനിക്കറിയില്ല. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ വീഡിയോയിൽ ഒന്ന് പറയുകയുണ്ടേ ആ വിന്നേഴ്സ്. അപ്പോൾ ഏതായാലും ഇനി നാളെ കാണാം.